ഇതിലൊക്കെ ഒന്ന് മങ്ങിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഇറങ്ങി കേട്ടോ. വേളാങ്കണ്ണിയിൽ ബാക്കിയുള്ള പള്ളികളിൽ കയറാനും പിന്നെ മുട്ടിൽ നീന്താനുള്ള നേർച്ച കഴിക്കാനും. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പുണ്യാളൻ്റെ കുഞ്ഞി കപ്പേളയിലേക്കാണ്. അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ച് രൂപമൊക്കെ തൊട്ടുമുത്തി പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ഈ ഒരു പള്ളിയിലേക്കും പോയി. വേളാങ്കണ്ണിയിലുള്ള ഓരോ പള്ളികളിൽ കയറുമ്പോഴും പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഒരു സമാധാനവും ശാന്തിയും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ എല്ലാ പള്ളികളും കവർ ചെയ്തു. ഇനി മുട്ടിൽ നീന്താനുള്ള നേർച്ച അത് കഴിക്കാനാണ് പോകുന്നത്. പണ്ട് മുതലേ ഞാൻ നേർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഇവിടെ വന്നാൽ മുട്ടിൽ നീന്താറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എൻ്റെ കൂടെ ചേട്ടയുണ്ട്. ചേട്ട ഫസ്റ്റ് ടൈമാണ് കേട്ടോ നീന്തുന്നത്. അതുകൊണ്ട് എത്ര ദൂരം ഉണ്ടെന്നൊന്നും ആൾക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഒരു പ്രോബ്ലം കൂടാതെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് അങ്ങ് അറ്റം വരെ ചെന്നട്ടോ. എന്നിട്ട് അവിടെയുള്ള പള്ളിയിലും കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഒരു നൈറ്റ് ഡ്രൈവിന് ഞാനും അമ്മയും അപ്പയും ചേട്ടയും കൂടി ഒന്ന് ഇറങ്ങിട്ടോ. സന്ധ്യ തുടങ്ങി നല്ല മഴക്കാരും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ആ ഒരു മഴക്കാരൻ്റെ എഫക്റ്റ് ആയിരിക്കാം. ഭയങ്കര കാറ്റായിരുന്നു കടൽ തീരത്തോട്ട് ചെല്ലുന്തോറും. നടന്ന് ഞങ്ങൾ ഈ ഒരു 20 രൂപ കടയിൽ കയറിട്ടോ. 20 രൂപ എന്നൊരു ബോർഡ് ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഇവാമക്കും ഹാരിക്കോട്ടിനും മീതിക്കൊക്കെ ഓരോ കളിപ്പാട്ടം വീതം മേടിച്ച് അങ്ങ് അറ്റത്തേട്ട് വീണ്ടും നടന്നു. നടക്കണ വഴി കണ്ടതാണ് കേട്ടോ ഈ ഒരു ലബൂബുവിൻ്റെ കീ ചെയിൻ. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ മേടിച്ചില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നടന്ന് കടൽ തീരത്തെത്തി. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കടലിൽ. അത്ര നല്ല തിരയായിരുന്നു. കയറി അങ്ങ് കടകളുടെ അടുത്ത് വരെ കടൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴി അവിടെ ഒരു ആൾക്കൂട്ടം, അവിടെ കുറച്ച് ഇടിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അധികം നേരം അവിടെ നിൽക്കാതെ വേഗം തന്നെ ഞങ്ങൾ കുറച്ച് കപ്പലിൻ്റെയും മട്ടാണിയൊക്കെ മേടിച്ച് റൂമിലേക്ക് തിരിച്ചു പോയി.